നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എങ്ങനെയാണ് സാരി ഡ്രേപ്പ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്കറിയാം ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടാവും യൂട്യൂബിലുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും സാരി ഉടുത്ത് തരാറ് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ എങ്ങനെയാണ് എനിക്ക് സാരി ഉടുപ്പിച്ച് തരാറ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പറയാറുണ്ട് നല്ല രീതിക്ക് സാരിയൊക്കെ ഉടുക്കാറുണ്ട് ഞാനെന്നുള്ളത്. അപ്പം എല്ലാം ക്രെഡിറ്റ് അമ്മക്കാണ്. അപ്പം അമ്മയാണ് ഇന്ന് നമ്മുടെ കൂടെ സാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി വരുന്നത്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാവാട നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടുക, അല്ലെങ്കിൽ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ലൊക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് ചെരുപ്പാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഇട്ടിട്ട് നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യുക. ബ്ലൗസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ബ്ലൗസ് ലൂസായി പോവാതെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നമ്മൾ ഫിറ്റ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സാരി പ്ലീറ്റിംഗ് സംഭവിക്കുള്ളൂ. ഞാനിവിടെ പാവാട കൊടുക്കുന്നത് സെൻറ്ററിൽ പോർഷനിലായിട്ടാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലായിട്ടും എടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കുത്തൽ കുത്തേണ്ടത് ഒരു നോട്ട് വെച്ചിട്ടാണ്. അത് അങ്ങനെ കുത്തുന്ന സമയത്ത് സാരി അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോരാനുള്ള ചാൻസ് കുറവായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഉറപ്പിൽ വെളിച്ചിട്ടൊക്കെ കുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഫസ്റ്റത്തെ ഈ ഒരു പോർഷനെല്ലാം നമ്മുടെ പാവാടേൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്കും എല്ലാം തന്നെ ഈ ഒരു ടെക്കിൻ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ഒറ്റ റൗണ്ടാണ് നമ്മൾ ഈ ടെക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള മുന്താണി, അതായത് തൊയിലിൻ്റെ പ്ലീറ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ തൊയിലിൻ്റെ ആ ഒരു വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു സാരി പിന്നെ നമുക്ക് പിടിച്ചെടുത്ത് നിൽക്കുന്ന വളരെ കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. നിങ്ങൾക്ക് അല്ലാത്ത ഇപ്പോൾ കോട്ടൺ ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് നന്നായിട്ട് പ്ലീറ്റ് എടുക്കേണ്ടതൊക്കെ, അതൊക്കെ നമുക്ക് തലേന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് അമ്മ സാധാരണ അങ്ങനെ പ്ലീറ്റിന് ഇങ്ങനെ അയണൊന്നും ചെയ്ത് കൊടുക്കാറില്ല, ഞാൻ കാണാറില്ല. അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വെച്ചിട്ട് ഈ ഒരു പ്ലീറ്റ് പിടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടി വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് 2 പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കാം. മാക്സിമം 2 പിന്ന് മാത്രം മതിയാവട്ടെ. ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് നമുക്കൊരു കറക്റ്റ് പിടിക്കണം എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 പിന്ന് മാത്രം മതിയാവും. ഇങ്ങനെ കുത്തി കൊടുക്കുക നമുക്ക് കുറച്ചുകൂടി ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്, ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കുത്തി കൊടുക്കുന്നത്. ഇനി പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് നമുക്ക് ഏത് രീതിയിലാണോ അറേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് കുറച്ച് സ്ഥലം, ഇത്രയും സ്ഥലം വിട്ടതിന് ശേഷം നമുക്ക് മുന്നിലത്തെ പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. പ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയൊരു പിന്നാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി നമുക്ക് അവിടെ സെക്യൂറായിട്ട് കിടക്കുമല്ലോ. അതിന് ശേഷം കുത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്ലീറ്റ് ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇതുപോലെ ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ ഇനി ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഈ കാലിൻ്റെ ഒരു സൈഡിലേക്ക്, ലെഫ്റ്റ് കാലിന് ഒരു സൈഡിലേക്ക് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്ലീറ്റ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിടക്കും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീവലിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം.
അടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഷേപ്പ് ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പാർട്ട് പ്ലീറ്റ് എടുക്കുന്നതിന് മുന്നേ ആ ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഞൊറികൾ വരുന്നത് കാണാം കേട്ടോ. ഇനി നമുക്ക് ഈ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം ഉള്ളിലേക്കായിട്ടൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ടിലെ പ്ലീറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ സൈഡിലത്തെ സംഭവം ഓൾറെഡി ഞൊറികളൊക്കെ വന്നിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒരു പണിയുമില്ല കേട്ടോ. പ്ലേറ്റ് ഒന്നുകൂടി സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞ് പിന്നെടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞൊറി മര്യാദയ്ക്ക് അവിടെ നിന്നോളും. ഇനി നമുക്ക് ബാക്കി വരുന്ന പീസ് ഇതുപോലെ ബാക്കിലേക്ക് വലിച്ചിട്ട് ഒരിക്കലും നമ്മൾ ഒരു സൈഡിലേക്ക് കുത്തി കൊടുക്കരുത്. ഇതുപോലെ മെല്ലനെ ടെക്കിൻ ചെയ്ത് കൊടുക്കുക. എവിടെയും നമ്മൾ എക്സ്ട്രാ ഓവർലാപ്പ് ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. എന്നിട്ട് നമ്മൾ ഇടത് വശത്തേക്ക് മാത്രമായിട്ട് ബാക്കി വരുന്ന സംഭവം അങ്ങനെ അങ്ങ് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്കൊന്നും ഒരു തരത്തിലും ഓവർലാപ്പ് വരാൻ വേണ്ടി പാടില്ല. എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം കുത്താൻ വേണ്ടിയിട്ട്. ഇനി ബാക്കൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വയറ് കാണാതിരിക്കാൻ വേണമെങ്കിൽ അവിടെ ഒരു പിന്ന് കുത്താം. ഞാൻ കുത്തുന്നില്ല, വലിയ കുഴപ്പമുണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഈ വലിച്ചു കുത്തിയ കാരണം ആ ഒരു പോർഷൻ അങ്ങനെ ഇളകി പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് അടുത്തൊരു ട്രിക്ക്. ഇവിടെ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ടല്ലോ, ഈ പ്ലീറ്റിൻ്റെ ഫസ്റ്റത്തെ പ്ലീറ്റില്ലേ, നമ്മുടെ ഈ നെഞ്ചിനോട് ചേർന്ന് ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ആ ഒരു പ്ലീറ്റ് വലിച്ചെടുത്തിട്ട് നമ്മൾ ബ്ലൗസുമായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് കിടക്കും, അവിടെ തന്നെ കിടക്കും. ഇത് ഒരു കുത്തൽ ഇവിടെ വേണം. വേറെ ഒന്നെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലത്തെ പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റിലെന്ന് പറയുമ്പം ബ്ലൗസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലീറ്റ് ഉണ്ടാവില്ലേ, ഇതുപോലൊരു പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ അടിയിലായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഈ പിന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് ഒട്ടും തന്നെ വിസിബിൾ ആവില്ല കേട്ടോ. പുറത്ത് തന്നെ നമുക്ക് കുത്തി കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഫൈനലായിട്ട് ഒരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിങ് ചെയ്ത് തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അമ്മക്കാണ്. അമ്മയുടെ അടുത്ത് കുറേ പേര് സാരി എടുക്കാൻ വേണ്ടി വരാറുണ്ട്. അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഇവിടെയാണ് വരാറ് കേട്ടോ. ഞാൻ ഒട്ടും തന്നെ തള്ളുന്നല്ല, അമ്മേൻ്റെ സാരി ഡ്രീപ്പിംഗ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സാരി ഡ്രീപ്പിങ്ങിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ വളരെയധികം നെസസറി ആയതുകൊണ്ട് ഞാൻ ഇട്ടത്. സാരിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന സ്കേർട്ടും ബ്ലൗസും തന്നെയാണ്. കാരണം അത് നമ്മുടെ ഫിറ്റിങ്ങിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ചബ്ബി അല്ലെങ്കിൽ ചങ്കി ലുക്ക് തരും. ആൻഡ് ബ്ലൗസ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റ് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് കിട്ടൂ കേട്ടോ. പിന്നെ നമ്മൾ ആക്സസറൈസ് ചെയ്യുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് എന്തായാലും എനിക്കറിയാം. ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.